ഹായ് ഏവർക്കും സ്വാഗതം. ഞാൻ ബ്ലാക്ക്. പാൻ കാർഡ് നമ്മൾ എല്ലാവർക്കും 50,000 രൂപയിൽ മുകളിലുള്ള ഒരു ട്രാൻസാക്ഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ പാൻ കാർഡ് ഇല്ലാതെ നടത്താൻ സാധിക്കുന്നതല്ല. ഇതിനു മുമ്പും പാൻ കാർഡിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടും ആധാർ കാർഡ് ലിങ്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടും നമ്മൾ ചില പ്രശ്നങ്ങളെല്ലാം നേരിട്ടിട്ടുണ്ട്. തുടക്കത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് അറിയിച്ചിരുന്നു ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ ലിങ്കിങ് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്ന്. പക്ഷെ പലരും അതിനെ അവോയ്ഡ് ചെയ്യുകയാണ് ഉണ്ടായത്. പക്ഷെ ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ചെയ്യാത്തവർക്ക് 1000 രൂപ ഫീസോട് കൂടിയേ അത് ചെയ്യാൻ കഴിയൂ എന്നുള്ള സാഹചര്യവും വന്നിരുന്നു. ഇതെല്ലാം നമ്മൾ നേരിട്ട് കണ്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. നമ്മൾ അനുഭവസ്ഥരാണ്. അതുകൊണ്ട് തന്നെ പാൻ കാർഡ് അതേപോലെ ഐഡന്റിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഏതൊരു കാർഡിലും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു അപ്ഡേഷൻ ചെയ്യാൻ പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മടി കൂടാതെ ചെയ്യാൻ ശ്രമിക്കുക. കാരണം തുടക്കത്തിൽ മാത്രമേ അത് ഫ്രീ ആയി നമുക്ക് ലഭിക്കുകയുള്ളൂ. ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് അതിൽ പൈസ അടയ്ക്കേണ്ടതായി വരുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി മുൻകൂട്ടി തന്നെ ചെയ്യണം. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പാൻ കാർഡ് ഉടമകൾക്ക് മുന്നറിയിപ്പുമായി CBDT ഈ തീയതി മുതൽ പ്രവർത്തനരഹിതമായേക്കാം. നമുക്കെന്തായാലും ഈ വാർത്ത എന്താണെന്നും ഇതിന്റെ വിശദവിവരങ്ങൾ എന്താണെന്നും പരിശോധിക്കാം. ചാനൽ കാണുന്ന എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനബിൾ ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എല്ലാം യഥാസമയം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആധാർ എൻറോൾമെന്റ് ID ഉപയോഗിച്ച് പാൻ കാർഡ് എടുത്തവർക്ക് മുന്നറിയിപ്പ് നൽകി ആദായ നികുതി വകുപ്പ്. 2025 ഡിസംബർ 31-നകം യഥാർത്ഥ ആധാർ നമ്പർ പാൻ കാർഡുമായി ലിങ്ക് ചെയ്യണമെന്നാണ് CBDT ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2024 ഒക്ടോബർ 1-നോ അതിനു മുമ്പോ ആധാർ അപേക്ഷയുടെ എൻറോൾമെന്റ് ID നൽകി പാൻ എടുത്തവരൊക്കെയും ഡിസംബർ 31-നകം അവരുടെ ആധാർ നമ്പർ ആദായ നികുതി വകുപ്പിൽ അറിയിക്കണം. ആധാർ നമ്പർ നൽകാനായി പാൻ ആധാർ ലിങ്കിങ്ങിന്റെ അതേ രീതി തന്നെയായിരിക്കും പിന്തുടരേണ്ടത്. അതായത് പാൻ ഉടമകൾക്ക് നികുതി വകുപ്പിന്റെ ഫയലിംഗ് പോർട്ടൽ സന്ദർശിച്ച് പാൻ ആധാർ ലിങ്കിങ് പ്രക്രിയ പൂർത്തിയാക്കണം. ഇത്തരത്തിൽ പാൻ കാർഡ് ഉടമകൾ പാൻ ആധാർ ലിങ്ക് ചെയ്യുന്നതിന് പിഴ ബാധകമാകില്ലെന്നാണ് സൂചന. ആധാറുമായി പാൻ ലിങ്ക് ചെയ്യുന്നതിന് പിഴ നൽകേണ്ടതുണ്ടായിരുന്നു. കാരണം പാൻ ആധാർ ലിങ്കിങ് അവസാന തീയതി 2023 ജൂൺ 30 ആയിരുന്നു. അതിനുശേഷം പാൻ ലിങ്ക് ചെയ്യാത്തതും ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നതുമായ ഏതൊരു പാൻ കാർഡ് ഉടമയും അങ്ങനെ ചെയ്യുന്നതിന് പിഴ അടയ്ക്കേണ്ടി വരും. എന്നാൽ ആധാർ എൻറോൾമെന്റ് ID മാത്രം ഉപയോഗിച്ച് പാൻ നേടിയ വ്യക്തികൾക്ക് ആ സമയത്ത് യഥാർത്ഥ ആധാർ നമ്പർ ഇല്ലായിരുന്നു. അതിനാൽ 2023 ജൂൺ 30 എന്ന സമയപരിധിക്കുള്ളിൽ രണ്ടും ലിങ്ക് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അതിനാൽ യുക്തിപരമായി ഈ പാൻ കാർഡ് ഉടമകളെ ഇപ്പോൾ ഈ പിഴ അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാക്കണം. ഇതിനെ സംബന്ധിച്ച അറിയിപ്പ് ആദായ നികുതി വകുപ്പ് നൽകുമെന്നാണ് സൂചന. പാൻ കാർഡ് ആധാർ കാർഡുമായി എങ്ങനെ ലിങ്ക് ചെയ്യാം? ആദായ നികുതി വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.incometax.gov.in-ൽ ലോഗിൻ ചെയ്യുക. ക്വിക്ക് ലിങ്ക്സ് വിഭാഗത്തിൽ താഴെയുള്ള ലിങ്ക് ആധാർ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ, വിശദാംശങ്ങൾ, ആധാർ കാർഡ് വിവരങ്ങൾ, പേര്, മൊബൈൽ നമ്പർ എന്നിവ നൽകുക. ഞാൻ എൻ്റെ ആധാർ കാർഡ് വിശദാംശങ്ങൾ സാധൂകരിക്കുന്നു എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് തുടരുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ നിങ്ങളുടെ ഒറ്റത്തവണ പാസ്വേഡ് അതായത് OTP ലഭിക്കും. അത് പൂരിപ്പിക്കുക, സബ്മിറ്റ് ചെയ്യുക. ഇത്രയും മാത്രമാണ് പ്രോസസ്സായിട്ട് നൽകിയിരിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ ആധാർ അപ്ഡേറ്റ് ആവുന്നതാണ്. ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വരും ദിനങ്ങളിൽ പിഴയോടുകൂടി തന്നെ ഇത് മാറ്റേണ്ടതായി വരുന്നതാണ്. നിലവിൽ ഇങ്ങനെ ചെയ്യുന്നവർക്ക് നൽകേണ്ട 1000 രൂപയുടെ പിഴ ഒഴിവാക്കാനാണ് ആദായ നികുതി വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ വ്യക്തമായ അപ്ഡേറ്റുകൾ ഉടനെ തന്നെ വെബ്സൈറ്റിലൂടെയും മെസ്സേജുകളിലൂടെയും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്.